ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 14 നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ടേക്ക് പ്രൊഫഷണൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അറ്റ് ഹോം. അതിൻ്റെ പാർട്ട് 1 എന്തൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് നോക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. കുറച്ചും കൂടെ നമുക്ക് ബെറ്ററായിട്ട് വീട്ടിൽ ഇരുന്ന് എന്തൊക്കെ സിമ്പിൾ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് നല്ല പ്രോഡക്റ്റ് ഫോട്ടോ നമ്മൾ എടുത്തിട്ട് എങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈറലായി, അതുപോലെ തന്നെ ഫോളോവേഴ്സ് കൂടി നിങ്ങൾക്ക് കസ്റ്റമർ കിട്ടും എന്നുള്ള രീതിയിൽ എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കാം എന്നുള്ള ടിപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സ്മോൾ ബിസിനസ് ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് ഓളും കൂടെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വീഡിയോസ് മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബാലൻസ് യുവർ കളേഴ്സ്. അതായത് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ വാം ടോൺസ്, അതായത് ഇപ്പം ബേജ് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഷെയ്ഡ്സൊക്കെ പോകുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, ഒരു വാംത്തായിരിക്കും കണ്ണിന്. അതായത് ഒത്തിരി കളർഫുള്ളായിട്ട് ഒരു ക്ലൗണിൻ്റെ കൂട്ടത്തെ ഒരു സംഭവം ചെയ്യുന്നതിന് പകരം. പക്ഷേ നിങ്ങളൊരു ഇപ്പം കളർഫുൾ ഒരു മുട്ടായി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റാണ്, ക്ലോത്തിങ് ആണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റിന് അങ്ങനെ ഒരു ബന്ധവും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂട്രലായിട്ടൊക്കെ പോകുന്ന സോഫ്റ്റ് കളേഴ്സാണ് കുറച്ചും കൂടെ ആളുകൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ യൂസ് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. അതായത് തൊട്ടടുത്തിപ്പോൾ ഒരു ജ്വല്ലറിയുടെ മാല എടുക്കുകയെന്ന് വെച്ചു, അപ്പോൾ നിങ്ങൾ തൊട്ടതിൻ്റെ അടുത്ത് പോയി നിന്ന് എടുക്കാതെ കുറച്ച് ഇപ്പം താഴെ വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹൈറ്റും ഒരു ഡെപ്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും ആ ഫുൾ പ്രോഡക്റ്റ് കാണുന്ന രീതിയിൽ, നല്ല രീതിയിൽ എടുക്കുന്നതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി മൂവ്മെൻറ്റ്സ് ആണ് എപ്പോഴും നല്ലത്. അതായത് നിങ്ങളിപ്പം ചില വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ലൈക്ക് ഇങ്ങനെ ഓടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ എടുക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ്. അതിപ്പോൾ ട്രെൻഡിങ് ആണ്. പക്ഷേ അതിപ്പോൾ വ്ളോഗേഴ്സിന് കുഴപ്പമില്ല. പക്ഷേ ഒരു ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രോഡക്റ്റ് നല്ല രീതിക്ക് കാണണം. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ മൂവ്മെൻറ്റ്സ് ആണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഷോർട്ട് ക്ലിപ്സ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു 2, 3 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് പകരം ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ അത് പല സ്ഥലത്തിരിക്കുന്ന, ഇപ്പോൾ ഒരു കപ്പ്, അപ്പോൾ ഒരാൾ കുടിക്കുന്ന ഷോട്ട് നിങ്ങൾക്ക് 2-3 സെക്കൻഡിൻ്റെ എടുക്കാം. അത് ഇങ്ങനെ ടേബിളിൽ വെക്കുന്ന പോലെ ഒരു 2-3 സെക്കൻഡിൻ്റെ എടുക്കാം. അതുപോലെ തന്നെ അതിപ്പം കിച്ചൺ ഏതെങ്കിലും ഒരു പ്രോപ്സ് ഒരു പ്ലേറ്റിൻ്റെ അടുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് 3-5 സെക്കൻഡ് എടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് ക്ലിപ്സായിട്ട് എടുത്തിട്ട് നിങ്ങളത് ക്ലബ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ കാണുന്നതാണ് ആളുകൾക്ക് കൂടുതലിഷ്ടം. അതായത് ഒരു വലിയ 3 മിനിറ്റിൻ്റെ ഒരു ഒരേ പോസ്റ്റിൽ തന്നെ എടുക്കുന്ന വീഡിയോയ്ക്ക് പകരം നിങ്ങളത് പല സ്ഥലത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഡീറ്റെയിൽസ്. നമ്മൾ ദൂരേന്ന് ഒരു ഷോട്ട് എടുക്കാം ഹൈറ്റിൽ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് ഇപ്പം ഒരു ടീഷർട്ടാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ഒരു എംബ്രോയ്ഡറി ഉണ്ടെങ്കിൽ അടുത്ത ഷോട്ട് ആ ഒരു ഹാർട്ടിന് എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്ത് എന്ത് രീതിയിലാണ്. ചിലപ്പോൾ സിമ്പിൾ സ്റ്റിച്ചായിരിക്കും, ചിലപ്പോൾ ഫ്രഞ്ച് നോട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കല്ലായിരിക്കും, സ്റ്റോൺസ് ആയിരിക്കും അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴും ഡീറ്റെയിൽസ്, അതിപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർക്ക് നല്ലപോലെ പ്രോഡക്റ്റിനെ പറ്റി അറിയണം. അറിഞ്ഞാലേ അവർ വാങ്ങിക്കത്തുള്ളൂ. സോ നിങ്ങൾ ഡീറ്റെയിൽസ് എന്തായാലും കാണിക്കണം. അതുപോലെ തന്നെ ട്രൈ ഫ്ലാറ്റ് ലേ ഫോട്ടോഗ്രാഫി. അതായത് ഇപ്പം ടീഷർട്ടൊക്കെ നമ്മൾ ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് കുറച്ച് മുകളിൽ നിന്ന് എടുക്കുന്നതിനെയാണ് ഫ്ലാറ്റ് ലേ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ടീഷർട്ട് എന്നല്ല, ഇപ്പോൾ ചില ചുരിദാറും കുർത്തീസൊക്കെ ചെയ്ത് വൈറലായ ഒത്തിരി പേജസ് ഉണ്ട്. അതുപോലെ തന്നെ ജ്വല്ലറി, അതുപോലെ തന്നെ പല പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് മുകളിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഓരോരോ പോസസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ പ്ലാൻ യുവർ ഷോർട്ട് ലിസ്റ്റ് ടു സേവ് ടൈം. അതായത് ഇത് ഞാൻ ആക്ച്വലി ഫോട്ടോ ചെയ്യുന്ന സമയത്ത്, ഓൺലൈൻ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫോട്ടോയുടെ ടൈമിൽ എനിക്ക് ഫസ്റ്റ് 1-2 വട്ടം മനസ്സിലായ സാധനം. അതായത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് ചോദിക്കും, ഹസ്ബൻഡ് എനിക്ക് ഫോട്ടോ എടുത്ത് തരും. പക്ഷേ എങ്കിൽ ഞാൻ ഹസ്ബൻഡ് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ അതുവരെ വേറെ എന്തെങ്കിലും വർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്യും. പക്ഷേ ആ സമയത്താണ്
പെട്ടെന്ന് വന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുർത്തിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ലൈക്ക് ഒരു ഇയറിങ്സ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ എന്ത് പോസാണ്, എവിടെ വെച്ചെടുക്കണം, എത്ര നേരം എടുക്കണം എന്നൊക്കെ എന്ത് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് എഴുതി അങ്ങോട്ട് ബുക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ടൈം സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം. ഇല്ലെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, നമ്മൾ ഭയങ്കര ടയേർഡാവും, കൺഫ്യൂഷനാവും. അതുകൊണ്ട് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആഡ് സോഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നിങ്ങളിപ്പോൾ ഒരു സിമ്പിളൊരു നിങ്ങളുടെ ഒരു തീം അനുസരിച്ച് സിമ്പിളായിട്ടുള്ള സട്ടിലായിട്ടുള്ള ഇപ്പോൾ ബേബീസിൻ്റെ ഒരു ബ്രാൻഡ് ഒരു ഡ്രസ്സാണെന്ന് വെച്ചോ. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഹെവി ഒരു ബന്ധമില്ലാത്ത ഭയങ്കര റാപ്പ് മ്യൂസിക്കും കാര്യങ്ങളും ഇടുന്നതിന് പകരം സിമ്പിൾ സോഫ്റ്റും ആ ഒരു ബേബീസിന് ചേരുന്ന നിങ്ങളുടെ ലാംഗ്വേജിൽ, ഇപ്പം മലയാളമാണെങ്കിൽ മലയാളം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇംഗ്ലീഷ് ആണെങ്കിലും സോഫ്റ്റായിട്ട് പോകുന്ന BGM ഒക്കെ ആയിരിക്കും. കുറച്ച് ബന്ധമുള്ള ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം നിങ്ങൾ റീൽസിലോ ഷോർട്സിലോ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവോയ്ഡ് ടു മെനി ഫിൽറ്റേഴ്സ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫിൽറ്റേഴ്സ് ഉണ്ട്, യൂട്യൂബിലാണെങ്കിലും. ഇപ്പം നിങ്ങളൊരു ഡ്രസ്സ് ഒരു റെഡ് ഡ്രസ്സ്, ഒരു കുർത്ത നിങ്ങൾ ഫോട്ടോ എടുക്കുവാണ്, നിങ്ങളത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ മേക്കപ്പിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഫിൽറ്റർ ഇട്ടെന്ന് വെച്ചോ. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മേക്കപ്പിന് വേണ്ടി ഇപ്പോൾ ഫിൽറ്റർ ഇടും, പക്ഷേ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്രൈറ്റായിട്ടിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ റെഡ് എന്നുള്ളത് ഫിൽറ്റർ ഇടുമ്പോഴത്തേക്ക് മെറൂണായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി പോവുകയാണ് ചെയ്യുന്നത്. ആളുകൾക്കത് ഇഷ്ടമാവില്ല. അവരുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് റെഡാണെന്ന്, അവർക്കറിയത്തില്ല. അവരിത് മെറൂണാണെന്ന് പറഞ്ഞ് വാങ്ങിക്കും, പക്ഷേ അവരുടെ കയ്യിലെത്തുന്ന സാധനം റെഡാണ്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ ഫോട്ടോ ഈ കണ്ട പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം റിട്ടേൺ ചെയ്യണം, റിട്ടേൺ ആൻഡ് റീഫണ്ട് ആവശ്യപ്പെടും. സോ ഒട്ടും ഫിൽറ്റർ ഇല്ലാതെ തന്നെ ഭയങ്കര റോ ആൻഡ് ഒതൻറ്റിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ പോസസ് ദാറ്റ് ഫീൽ റിയൽ. അതായത് ഇപ്പോൾ ഒരു മോഡൽ ഇപ്പോൾ ഒരു ജ്വല്ലറിയുടെ ഒരു മാല ഇട്ട് പോസ് ചെയ്യുകയെന്ന് വെച്ചോ, നിങ്ങളുടെ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ നെക്കിലിൻ്റെ നെക്കിലോട്ടാണ് ഫോക്കസ്, ഹാഫ് ബോഡി അല്ലെങ്കിൽ ഫുൾ ബോഡി കാണിക്കുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു, ഒരു നാച്ചുറൽ മൂവ്മെൻറ്റ്സ് ഓക്കെയാണ്. പക്ഷേ ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ഒരിടത്ത് നോക്കിക്കൊണ്ട് സ്റ്റിഫായിട്ട് നിൽക്കുവാണെങ്കിൽ ആളുകൾ വിചാരിക്കും ഇതെന്താ, അപ്പോൾ ഒരു ബന്ധമില്ലാത്ത പോലെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. സോ സ്ലൈറ്റ് മൂവ്മെൻറ്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ലൈറ്റിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഫെയറി ലൈറ്റ്സ്, ചെറിയ നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റില്ലേ, അതുപോലത്തെ കുഞ്ഞു ലൈറ്റ്സ്, അതുപോലെ ക്യാൻഡിൽസ്, ലാമ്പ്. അതൊരു കോസി ഫീലിംഗ് ആളുകൾക്ക് ഒരു പിടിച്ചു നിർത്തി കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഐഡിയാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി കുറച്ച് പ്രോപ്സൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് എഡിറ്റിംഗ് സ്റ്റൈലാണ് ആളുകൾക്ക് ഇഷ്ടം. അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്തെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഹേ സുന്ദരീസ് അല്ലെങ്കിൽ ഹേ ഗൈസ്, ഇപ്പം ഹേ സുന്ദരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അസ്വി മലയാളം പറയുന്ന പോലെ അത് അവരുടെ ഒരു സ്റ്റൈലാണ്, എഡിറ്റിംഗ് സ്റ്റൈലാണ്. അതുപോലെ എന്തെങ്കിലും നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഇപ്പോൾ ആദ്യം തന്നെ ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നു, പിന്നെ ദൂരോട്ട് വരുന്നു, ലോങ് ഷോട്ട് കാണിക്കുന്നു. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഒരേ എഡിറ്റിംഗ് സ്റ്റൈൽ കൊണ്ടുവന്ന ആളുകൾക്ക് അത് ഇഷ്ടം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ആണ് പെട്ടെന്ന് വൈറലാവുന്നത്. അതായത് നിങ്ങൾ ഇന്നൊരെണ്ണം ചെയ്ത് നാളെ വേറൊരെണ്ണം ചെയ്ത് മൂന്നാമത്തെ ദിവസം ഒരു ബന്ധമില്ലാത്തൊരു സാധനം ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ഒരേ സ്റ്റൈൽ പിടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നോക്കുന്നതിനകത്ത് തെറ്റില്ല, ലൈക്ക് വൺസ് ഇൻ എ വൈൽ. അതുപോലെ തന്നെ ഫ്രെയിം സബ്ജക്റ്റ് പ്രോപ്പർലി. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സാണ് ഷൂട്ട് ചെയ്യുന്ന മോഡലുണ്ട്, അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന പോസ്റ്റ് ചെയ്യുമ്പോൾ മോഡലിൻ്റെ തലയില്ല, അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ആളുകൾ വാങ്ങിക്കത്തില്ല. കൂടുതലും ആളുകൾക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തലയും ഒന്നും ഇല്ലാതെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒത്തിരി ആളുകൾ റെഡിയാണ് കറക്റ്റായിട്ട് മോഡലിങ്ങും അതുപോലെ തന്നെ ഫോട്ടോസും ഫുൾ ഡ്രസ്സൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തലയില്ലാതെ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ആ ഒരു ആളിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഫുൾ ഫിഗർ കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പം
നിങ്ങൾ തലയൊക്കെ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പം വാങ്ങിക്കത്തില്ല. ഇതൊരു റീസെല്ലിങ് പോലൊരു എന്താണ് നോർമൽ ഒരു സാധനം പോലെ ഒരു ഫോർവേഡ് ചെയ്യുന്ന ഒരു പിക്ചർ പോലെ അവർക്ക് തോന്നത്തുള്ളൂ. സോ അത് നമ്മളെപ്പോഴും നോക്കണം. അതുപോലെ സ്ലോ മോഷൻ അല്ലെങ്കിൽ ടൈം ലാപ്സ്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഒരു ഓർഡർ പാക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ടൈം ലാപ്സ് ഇട്ടിട്ട് അപ്പോൾ അത് സ്ലോ മോഷനിൽ നിങ്ങൾ ഇപ്പം 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് പാക്ക് ചെയ്യുന്ന സാധനം നമുക്ക് പെട്ടെന്നൊരു 2-3 മിനിറ്റിനകത്തൊക്കെ ടൈം ലാപ്സ് ഇങ്ങനെ ഓടിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ആളുകൾക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടം, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഒത്തിരി നേരം കൊണ്ട് ചെയ്യുന്ന സാധനം പെട്ടെന്ന് തന്നെ അവർക്ക് കാണാം. അത് അവർക്ക് കണ്ടുകൊണ്ടിരിക്കാനും പാക്കിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ടെൽ യുവർ സ്റ്റോറി. ആൾക്കാരുടെ സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. ആളുകൾ എപ്പോഴും കണക്റ്റ് ആവുന്ന സ്റ്റോറിയിലായിരുന്നു ആണ്. അപ്പോൾ ചിലവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പം ചില സിംഗിൾ മദേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ അവർ സ്ട്രഗിൾ ചെയ്ത് ഇപ്പം കുട്ടികളെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ആണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു പെയിനാണ്. അപ്പോൾ അവർ സന്തോഷം കണ്ടെത്തുന്നത് ബിസിനസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുപോലത്തെ നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ പറയുന്നതനുസരിച്ച് ആളുകൾക്ക് അത് കണക്റ്റായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ സ്റ്റോറി. അപ്പോൾ അതെന്തായിക്കോട്ടെ, നിങ്ങൾ പഠിച്ചത്, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളിഷ്ടമുള്ള ഫുഡ്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ്സിലോട്ട് വന്നത്, അപ്പോൾ അതൊക്കെ ആളുകൾക്ക് കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ത്രൂ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോറി വൈറലായിട്ടായിരിക്കും ഫോളോവേഴ്സ് കൂടി നിങ്ങൾക്ക് പേജ് കൂടെ ഫോളോവേഴ്സായിട്ട് കസ്റ്റമേഴ്സ് വരുന്നത്. സോ അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ അവോയ്ഡ് സൂമിങ് വൈൽ ഷൂട്ടിങ്. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്കൂടെ ഇപ്പം നിങ്ങളൊരു ദൂരേന്നൊരു ഒരു ടോപ്പും സ്കേർട്ടും അപ്പോൾ അത് ഷൂട്ട് ചെയ്യുവാണ്, അപ്പോൾ ഒരു മോഡൽ നിൽക്കുവാണ്. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് സൂം ചെയ്യുക എന്ന് വെച്ചാൽ ദൂരേന്ന് നിങ്ങൾ സൂം ചെയ്യുക. അപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഫുൾ സാധനം ക്ലാരിറ്റി പോകും. നമ്മളിപ്പോൾ ജസ്റ്റ് നോർമലി നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പം ഇങ്ങനെ സൂം ചെയ്ത് കാണുമ്പം അതുപോലെ അല്ല ഒരു പ്രോഡക്റ്റിൻ്റെ സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഡ്രസ്സിൻ്റെ എന്താണ് അതിൻ്റെ പ്രിൻ്റ്, എന്താണ് അതിൻ്റെ വർക്ക് എന്നുള്ളത് കാണത്തില്ല. സോ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ക്ലോസപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ അടുത്ത് വന്ന് എടുക്കുക. അതാണ് അവോയ്ഡ് സൂമിങ് എന്ന് പറയുന്നത്. അടുത്ത് വന്ന് എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈമർ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്, ആരും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനില്ല, നിങ്ങൾക്ക് തന്നെ ട്രൈപോഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ടൈമർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ 5 സെക്കൻഡ്സ് നിങ്ങൾക്ക് ടൈമർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇച്ചിരി ദൂരെ നിന്നിട്ട് നിങ്ങൾ വരുന്ന പോലത്തെ ഷോട്ടാണെങ്കിൽ റിമോട്ട് ഷട്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് കുഞ്ഞൊരു റിമോട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഫോണിൽ പെയർ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് തന്നെ വീഡിയോ ഓൺ ആവും. അതുപോലെ നിങ്ങൾക്ക് ഓഫാക്കാനും പറ്റും. അതാണ് റിമോട്ട് ഷട്ടർ. അപ്പോൾ അത് അല്ലെങ്കിൽ ടൈമർ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയ്തിട്ട് നിങ്ങൾ പോവാന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം അവിടെ അത്രയും ടൈം വേസ്റ്റ് ചെയ്ത് പിന്നെ അത്രയും സ്പേസും പോവുക നിങ്ങളുടെ ഫോണിൽ നിന്ന്. സോ അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ യൂസ് മിറേഴ്സ് ക്രിയേറ്റീവ്ലി. അപ്പം നിങ്ങൾക്ക് മിറേഴ്സ് യൂസ് ചെയ്യാം, നല്ലതായിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടം. അപ്പം ഞാൻ നേരത്തെ ഒരു കുർത്തീസിൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവിടെ ഇങ്ങനെ ഒരു മിറർ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിന്നിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കാണാൻ പറ്റും. അപ്പോൾ ആ ഒറ്റ ഷോട്ടിൽ തന്നെ ഈ മിററിൽ കൂടെ എൻ്റെ ആ ഒരു മിററിൻ്റെ ബാക്ക് നെക്കും അതെല്ലാം ബാക്ക് സൈഡിലെ പ്രിൻറ്റും കാണാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മിറേഴ്സ് യൂസ് ചെയ്യാം. അത് കുർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതിനനുസരിച്ച് നിങ്ങൾ ഐഡിയ എടുത്ത് പിൻട്രസ്റ്റിലൊക്കെ നോക്കി നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ക്യാപ്ചർ കാൻഡിഡ് മൊമെൻറ്റ്സ്. അതായത് ഇപ്പം സപ്പോസ് ഒരു മോഡൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഡ്രസ്സിന് വേണ്ടി ഷൂട്ട് ചെയ്യുക. അപ്പം നമ്മളത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്നതിന് പകരം ചിലതൊക്കെ നമുക്കങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുക. അല്ലാത്ത കുറച്ച് ഷോട്ട്സ് ഇപ്പം നിങ്ങളല്ലാതെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും നോക്കുന്നു, അല്ലെങ്കിൽ ഒരു റാൻഡമായിട്ടൊരു കോള് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് അറിയാതെ ചെയ്യുക. അപ്പോൾ അതും കൂടെ ആരാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ആളെടുത്താൽ അതൊരു ക്യാൻഡിഡ് മൊമെൻറ്റാണ്. അത് അതിനകത്തെ ഭയങ്കര നാച്ചുറൽ എക്സ്പ്രഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ചിലപ്പം ഫോണിൽ നോക്കി ചിരിക്കേണ്ട ആവശ്യമില്ല, വീഡിയോയ്ക്കോ ഫോട്ടോസിനോ. അപ്പം ആ ഒരു ക്യാൻഡിഡ് മൊമെൻറ്റ്സും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും.
അതുപോലെ തന്നെ നമ്മളെപ്പോഴും പ്രിവ്യൂ യുവർ ഷോട്ട്സ്, അതായത് നമ്മളെടുത്ത ഓരോ ഷോട്ട് സേവ് ആയോ. അപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ടെടുത്തിട്ട് ചില സമയത്ത് ഞാൻ തന്നെ എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം സേവ് ആക്കാൻ അല്ലെങ്കിൽ അത് ക്ലിക്ക് ഓൺ ആക്കാൻ ചിലപ്പോൾ അത് വിട്ടുപോകും, ശ്രദ്ധിക്കത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ ഒരു 10 മിനിറ്റിൻ്റെ ഒരു ചുരിദാറിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അത് ഓണല്ല. അപ്പം നമ്മൾ ഭയങ്കര ടയേർഡാവും. കാരണം ഇപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ്, ബോട്ടം, ഷോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതെല്ലാം തുറന്നെല്ലാം കാണിച്ച് പിന്നെ നമ്മളിട്ട് പിന്നെ ഒന്നേന്ന് ഇതെല്ലാം മടക്കിയിട്ട് ആദ്യമായിട്ട് ചെയ്യണം. സോ അത് നമ്മളെപ്പോഴും നോക്കണം. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ഒരുങ്ങിയെല്ലാം നിന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നോക്കുമ്പോഴത്തേക്കും അത് സേവ് ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. സോ നമ്മളെപ്പോഴും നോക്കുക അത് സേവ് ആവുന്നുണ്ടോ എന്ന് ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് നോക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ് സിഗ്നേച്ചർ സ്റ്റൈൽ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങളിപ്പോൾ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അവിടെ വെച്ച് തന്നെ നിങ്ങൾ പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, നിങ്ങളുടെ ഒരു സ്റ്റൈൽ അത് കൊണ്ടുവരണം. അതായിരിക്കും ഹിറ്റാവാൻ പോകുന്നത്. മനസ്സിലായോ? അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹൗ ടു ടേക്ക് പ്രൊഫഷണൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അറ്റ് ഹോം പാർട്ട് 2. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ വീഡിയോസിനെ പറ്റി ബിസിനസ് ടിപ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഓണറാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങണമെന്നെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സ്മോൾ ബിസിനസ് ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൾ ക്ലിക്ക് ചെയ്താലേ ഒത്തിരി വീഡിയോസിനിടയ്ക്ക് മിസ്സാവാതെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ 1000 mistakes to avoid as a small business owner നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ആൻഡ് DM 1000 mistakes എന്ന് ചെയ്യുക. ഫോളോ ചെയ്തിട്ട് DM ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ഗൈസ്. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.